ഇടുക്കിയിലെ കർഷക സംഘടനാ പ്രതിനിധികൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ജനുവരി ആദ്യവാരമാകും കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതും അതിനായുള്ള ഫണ്ട് വിനിയോഗവും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കേന്ദ്ര വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്തിട്ടും കേരളത്തിലും പ്രത്യേകിച്ച് ഇടുക്കിയിലും റവന്യൂ ഭൂമിയും കൃഷിഭൂമിയും വനവൽക്കരിക്കുവാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇതിനായി വിദേശ ഫണ്ട് കൈപ്പറ്റുന്നുണ്ടെന്നും വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇടുക്കിയിലെ സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികൾ വനം പരിസ്ഥിതി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ജനുവരി ആദ്യവാരത്തോടെ കൂടിക്കാഴ്ച നടത്തുവാൻ അനുമതി ലഭിക്കുകയും ചെയ്തു. കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ വ്യാപകമായ റവന്യൂ ഭൂമി, കൃഷിഭൂമി സംസ്ഥാന സർക്കാർ വനവിജ്ഞാപനങ്ങൾ ചെയ്യുന്നു, സാങ്ച്വറികളാക്കുന്നു. അത് കേന്ദ്ര നയത്തിനെതിരാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ ഫണ്ട് കൈപ്പറ്റുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിഗൂഢ പദ്ധതിയാണ്. ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കൊണ്ട് ഇവിടെ ചെലവഴിക്കപ്പെട്ട പൈസയെക്കുറിച്ച് അന്വേഷണം വേണം. ഇത് ഈ കൃഷിഭൂമികൾ, റവന്യൂ ഭൂമികൾ വ്യാപകമായി ചെയ്യുന്നതിനെതിരെ അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് അത്തരം വിജ്ഞാപനങ്ങൾ റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഈ പ്രതിനിധി സംഘം ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. വിഷയങ്ങൾ പഠിക്കുന്നതിന് കേന്ദ്ര സംഘത്തെ നിയോഗിക്കുവാനും സാധ്യതയുണ്ട്. നമുക്കൊരു പ്രതിനിധി സംഘത്തെ കേന്ദ്രം അയക്കുകയും വിഷയം പഠിക്കുകയും തുടർന്ന് കർശന നടപടി ഉണ്ടാകുകയും ചെയ്യണമെന്നുള്ള നമ്മുടെ ആവശ്യവും കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുതിയ ഡേറ്റ് തരാൻ സമ്മതിച്ചിരിക്കുന്നത്. കേന്ദ്രം നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നതോടെ വർഷങ്ങളായി ഇടുക്കിയിൽ നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ, ഇടുക്കി.